ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബിടെക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിരുന്നു, ബിടെക് ലൈഫും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതൊന്ന് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പഠിക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. എനിക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചൂസ് ചെയ്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിൽ രണ്ട് ഫീൽഡിലും ഒരു സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചൂസ് ചെയ്തത്. അപ്പം എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിനോട് നല്ല പാഷൻ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കോളേജസ് ചൂസ് ചെയ്താൽ ബെറ്റർ ഓപ്ഷൻസ് ആയിരിക്കും. കാരണം അതിൽ നല്ലോണം നമ്മളെ പഠിപ്പിക്കും. പിന്നെ ഒരു സബ്ജക്റ്റിന്റെ കാര്യത്തിൽ ഇപ്പം എനിക്ക് വലിയ പാടായിട്ടൊന്നും തോന്നില്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് സപ്ലി ഇല്ലാണ്ട് പാസ്സായി പോകാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ പഠിക്കുന്നത് S7 ആണ്, ഫൈനൽ ഇയർ. സപ്ലിയും കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. SHN റിസൾട്ട് വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. ഇതുവരെ എല്ലാം ക്ലിയർ ആണ്. പിന്നെ സബ്ജക്റ്റ് വൈസ് ഇത് ടഫ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് സപ്ലി ഇല്ലാണ്ട് എന്തായാലും പാസ്സായി പോകാൻ പറ്റും. പിന്നെ സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 2 സെമ്മ് എല്ലാ ബ്രാഞ്ചുകാർക്കും സെയിം ആണ്. S1ഉം S2ഉം എല്ലാ ബ്രാഞ്ചുകാർക്കും സെയിം സബ്ജക്റ്റ് ആണ്. എല്ലാ സബ്ജക്റ്റിന്റെ ബേസിക്സ് പഠിക്കുന്നത്. ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ബേസിക്സ് ആണ് S1 S2 പഠിപ്പിക്കുന്നത്. അത് ഫിസിക്സ്, നമ്മൾ നേരത്തെ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, +2ലെ ഫിസിക്സ്, കെമിസ്ട്രി, അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അപ്പം സബ്ജക്റ്റിന്റെ കാര്യത്തിൽ വലിയ പാടുള്ളതായിട്ടും തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നത് അങ്ങനെ പോകണം എന്നുള്ളവരാണെങ്കിൽ എന്തായാലും ഗവൺമെന്റ് കോളേജ് തന്നെ ചൂസ് ചെയ്യണം. അതല്ല, നിങ്ങൾക്ക് പഠിച്ച് നിങ്ങളൊരു എഞ്ചിനീയറിംഗ് പാഷൻ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കോളേജ് ഓപ്റ്റ് ചെയ്യും. പിന്നെ എല്ലാ സെമിസ്റ്ററിലും നമുക്ക് 2 ഇന്റേണലും ഒരു സെം എക്സാം, യൂണിവേഴ്സിറ്റി എക്സാമാണ് ഉള്ളത്. അപ്പം ആ 2 ഇന്റേണലിൻ്റെ അകത്ത് നമുക്ക് 2 എക്സാമിനും കൂടെ 35 ഇന്റേണൽ വേണം. 35 ആണ് ഒരു സേഫ് പ്ലേസ്. കാരണം 35 ഇന്റേണൽ ഉണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിൽ 40 മാർക്സ് കിട്ടിയാൽ നമ്മൾ എന്തായാലും പാസ്സാവും. ഇപ്പൊ 35 ഇന്റേണൽ, ഇപ്പൊ 35 ബിലോ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ 36 ആണ് നമ്മുടെ 34 ആണ് നമ്മുടെ ഇന്റേണൽ എങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ 41 വേണം ജയിക്കാൻ. അപ്പം ഇപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിൽ ഒരു 35, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡന്റ് വരെയായിട്ട് ഞാൻ പറയുന്നത്. ഇപ്പം 35 കിട്ടിയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിൽ നമുക്ക് 35 വരെ നമ്മൾ എഴുതിയെടുത്താൽ നമ്മളെ ആക്കുന്നവര് 40 ആക്കി തരും. അങ്ങനെയാണ് ഇതുവരെയുള്ള ഒരിത്. ഇപ്പം 40 ആക്കി തരും എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് 40 കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ 41ലോട്ട് എത്തണമെങ്കിൽ അത് നല്ല കഷ്ടപ്പെടണം. അതുകൊണ്ട് നമുക്ക് ഇന്റേണൽ ഭയങ്കര ഇമ്പോർട്ടന്റ്. പിന്നെ ഇന്റേണൽ മാർക്കിന്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 മാർക്ക് നമുക്ക് അറ്റൻഡൻസിനാണ്, ബാക്കി 25 മാർക്ക് നമ്മുടെ ഇന്റേണൽ എക്സാംസ് വെച്ചിട്ട്. ഇന്റേണൽ എക്സാംസ് 50ലാണ്, അതിനകത്ത് 25 നമുക്ക് പാസ് മാർക്ക്. 25 മാർക്ക് നമ്മൾ എഴുതി മേടിക്കണം. അപ്പം ഇപ്പൊ രണ്ട് ഇന്റേണൽ എക്സാമിനും കൂടെ 20 വെച്ച് 40 കിട്ടുവാണെങ്കിൽ നമുക്ക് 35 ഇന്റേണൽ കിട്ടും. പിന്നെ അറ്റൻഡൻസ് 90 അബവ് ആണെങ്കിൽ മാത്രമേ 10 മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ ഉണ്ട് ഇന്റേണൽ മാർക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ 40 കിട്ടിയാലും നമുക്ക് 75 കിട്ടും. 75 ബിടെക്കിന്റെ പാസ് മാർക്ക്. അപ്പൊ നമുക്ക് പാസ്സാവും. പിന്നെ ഓരോരോ ഗ്രേഡുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ ഗ്രേഡ് S ആണ്. S, A+, A, B+, അങ്ങനെയാണ് ഗ്രേഡിങ് പോകുന്നത്. പിന്നെ ലാബ് ഉണ്ട്. ലാബ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് 2 ലാബ് വെച്ചിട്ടുണ്ട്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. പിന്നെ 3rd ഇയറിൽ മിനി പ്രൊജക്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഫൈനൽ ഇയർ മെയിൻ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പൊ നമുക്ക് പ്ലേസ്മെന്റ് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പ്ലേസ്മെന്റ്സ് ഒക്കെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫൈനൽ ഇയർ ആണ് നമുക്ക് പ്ലേസ്മെന്റ്സ് ഒക്കെ വരുന്നത്. അപ്പം ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ബിടെക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്, നിങ്ങളൊരു ലിങ്ക്ഡിൻ അക്കൗണ്ട് സെറ്റ് ആക്കി വെക്കണം. കാരണം ഒരു നല്ല ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് എന്തായാലും എടുത്തു വെക്കണം. പിന്നെ NPTEL എക്സാംസ്, അതുപോലെ എക്സാംസിന്റെ സർട്ടിഫിക്കറ്റ്സ്, നമുക്ക് ഈ ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 100 ആക്ടിവിറ്റി പോയിന്റ് വേണം. അപ്പം ആ ആക്ടിവിറ്റി പോയിന്റ് സെറ്റ് ആക്കണമെങ്കിൽ നമ്മൾ വെബിനാർസ്, ഇന്റേൺഷിപ്പ്, അങ്ങനത്തെ കുറെ സാധനത്തിനൊക്കെ പോകേണ്ടതുണ്ട്. അപ്പം ഓഫ്ലൈൻ ഇന്റേൺഷിപ്പ് ചെയ്യണം വേറെ കമ്പനിയിൽ പോയിട്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. നമുക്ക് റെസ്യൂമേക്കകത്തൊക്കെ വെക്കാൻ പറ്റും. പിന്നെ റെസ്യൂമെ ഉണ്ടാക്കുമ്പം നിങ്ങൾ ഈ ഇപ്പം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ റെസ്യൂമെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു റെസ്യൂമെ സെറ്റ് ആക്കണം. പിന്നെ റെസ്യൂമെ പ്രിപ്പറേഷൻ ക്ലാസ്സസും അതെല്ലാം നമുക്ക് കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രൈവറ്റ് കോളേജിൽ അങ്ങനത്തെ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ സപ്ലിയുടെ കാര്യം പറയുവാണെങ്കിൽ, ഇപ്പം ഒരു സപ്ലി കിട്ടിയെന്ന് വെച്ച് അതിങ്ങനെ ടെൻഷൻ അടിച്ച് ഇനി സപ്ലി കിട്ടുമോ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ബിടെക് ലൈഫിൽ ഇപ്പൊ സപ്ലി ഇല്ലാണ്ട് പാസ്സാവാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഇപ്പൊ സപ്ലി എന്ന് പറയുന്നത് നമുക്ക് ഇന്റേണൽ മാർക്കിലാണ് ഇമ്പോർട്ടന്റ്. ഇന്റേണൽ മാർക്ക് 35 ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പാസ് ആവാന്നൊരു ഇത് വരും. അപ്പം ഇന്റേണൽ മാർക്ക് സെറ്റ് ആണെങ്കിൽ നമുക്ക്
ആദ്യത്തെ ചെറിയ എക്സാം ആയിരിക്കും ഇന്റേണൽ എക്സാം. അത് നമുക്ക് എങ്ങനെയും പാസ്സാക്കി ഇന്റേണൽ സെറ്റാക്കി സപ്ലി ഇല്ലാണ്ട് ഇത് ജയിച്ചു പോകാൻ പറ്റും. അപ്പം എഞ്ചിനീയറിംഗ് എനിക്ക് ടഫാണെന്ന് ചോദിച്ചാൽ എഞ്ചിനീയറിംഗ് ഈ സബ്ജക്റ്റ് എനിക്ക് അത്രയ്ക്ക് വലിയ ടഫായിട്ട് തോന്നുന്നില്ല. പക്ഷെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് എഞ്ചിനീയറിംഗിനെ കുറിച്ചോ ക്യാമ്പസിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം എൻ്റെ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.